അദാനി ഗ്രൂപ്പ് ക്രെഡിറ്റ് കാർഡ് UPI സർവീസുകൾ നൽകിക്കൊണ്ട് ഫൈനാൻഷ്യൽ മേഖലയിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദാനി വൺ എന്ന് പറഞ്ഞ അദാനി ഗ്രൂപ്പിൻ്റെ തന്നെ പ്ലാറ്റ്ഫോം ICICI ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് 2 പുതിയ ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാറ്റിനം വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു സിഗ്നേച്ചർ വേരിയൻറ്റും. ഇവ രണ്ടും കോബ്രാൻഡഡ് കാർഡുകളാണ്. അദാനി വൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ICICI ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടാണ് 2 വേരിയൻറ്റും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബെനിഫിറ്റും വരുന്നത് ഇവരുടെ ഒരു അദാനി വൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ്. അദാനി വൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ റിലേറ്റഡ് ബുക്കിങ്ങുകളും അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റുകളും റീചാർജൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ കൂടുതൽ ബെനിഫിറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അതുകൂടാതെ അദാനി ഗ്രൂപ്പിൻ്റെ തന്നെ മറ്റു ബിസിനസ്സുകളിലും ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് വരുന്നുണ്ട്. ഈ 2 കാർഡുകളുടെയും ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിഗ്നേച്ചർ കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ അതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത് 5000 രൂപ പ്ലസ് GST ആണ്. അതേസമയം പ്ലാറ്റിനം വേരിയൻ്റ് ആണെങ്കിൽ 750 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ജോയിനിങ് ഫീസ് വരുന്നത്. സിഗ്നേച്ചർ കാർഡിൻ്റെ വെൽക്കം ബെനിഫിറ്റ് വരുന്നത് 5000 രൂപയുടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വൗച്ചറാണ്. പിന്നെ ഒരു 2000 രൂപയുടെ ഹോട്ടൽ വൗച്ചർ, പിന്നെ 2000 രൂപയുടെ ഹോളിഡേ വൗച്ചർ, അങ്ങനെ ഒരു 7000 രൂപയുടെ വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. പിന്നെ അൺലിമിറ്റഡ് അദാനി റിവാർഡ് പോയിന്റ് ആണ് 2 കാർഡിലും വരുന്നത്. സിഗ്നേച്ചർ കാർഡ് ആണെങ്കിൽ നമുക്ക് അദാനി ബിസിനസ്സിൽ, അതായത് ഇപ്പോൾ അദാനി വൺ, അതുപോലെ തന്നെ അദാനി എയർപോർട്ട്, അദാനി ട്രെയിൻ മാൻ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, അങ്ങനെ അദാനി ബിസിനസ്സുകളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 7% അദാനി റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിന് നമുക്ക് 2% അദാനി റിവാർഡ് പോയിന്റും, യൂട്ടിലിറ്റി സ്പെൻഡിങ്ങിന് നമുക്ക് 0.5% അദാനി റിവാർഡ് പോയിന്റും, പിന്നെ മറ്റെല്ലാ സ്പെൻഡിങ്ങിന് നമുക്ക് 1.5% അദാനി റിവാർഡ് പോയിന്റും ലഭിക്കും. പിന്നെ ഈ കാർഡിൽ നമുക്ക് എയർപോർട്ട് ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്ക് 2 പ്രണാം മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് വരുന്നുണ്ട്. പിന്നെ 4 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് പെർ ക്വാർട്ടറിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രീമിയം അപ്ഗ്രേഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 8 പോർട്ടർ സർവീസ്, 4 പ്രീമിയം കാർ പാർക്കിംഗ്, 4 വാലറ്റ് കാർ പാർക്കിംഗ്, 2 ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് എവറി ഇയർ എന്നിവയാണ് ഈ ഒരു സിഗ്നേച്ചർ കാർഡിൻ്റെ എയർപോർട്ട് റിലേറ്റഡ് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതർ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ 1 ഗെറ്റ് 1 മൂവി ടിക്കറ്റ് വരുന്നുണ്ട്. പിന്നെ 1% ഫ്യൂവൽ സർചാർജും വരുന്നുണ്ട്. ഈ ഒരു ആനുവൽ ചാർജ് വിഭജിച്ച് കിട്ടാനായിട്ട് നമ്മൾ 6 ലക്ഷം രൂപയാണ് ആനുവലി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ 5000 രൂപ പ്ലസ് GST നമ്മൾ ആനുവൽ ചാർജായിട്ട് നൽകേണ്ടതായിട്ട് വരും. ഇനി പ്ലാറ്റിനം കാർഡ് നോക്കിക്കഴിഞ്ഞാൽ 750 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജ് വരുന്നത്. വെൽക്കം ബെനിഫിറ്റ് വരുന്നത് ഒരു 2000 രൂപയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് വൗച്ചർ, പിന്നെ ഒരു 1000 രൂപയുടെ ഹോട്ടൽ വൗച്ചർ, പിന്നെ ഒരു 2000 രൂപയുടെ ഒരു ഹോളിഡേ വൗച്ചർ എന്നിവയാണ്. പിന്നെ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് വരുന്നത് അദാനി റിവാർഡ് പോയിന്റ് ആണ്. നമുക്ക് അദാനി ബിസിനസ്സുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 3% അദാനി റിവാർഡ് പോയിന്റ് ആണ് ഈ ഒരു കാർഡിൽ വരുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ സ്പെൻഡിങ് ആണെങ്കിൽ നമുക്ക് 1.5% അദാനി റിവാർഡ് പോയിന്റ് കിട്ടും. യൂട്ടിലിറ്റി സ്പെൻഡ് ആണെങ്കിൽ നമുക്ക് 0.5% അദാനി റിവാർഡ് പോയിന്റ് കിട്ടും. മറ്റെല്ലാ സ്പെൻഡിങ്ങിനും നമുക്ക് 1% അദാനി റിവാർഡ് പോയിന്റ് കിട്ടും. ഈ ഒരു റിവാർഡ് പോയിന്റിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എക്സ്പയറി വരുന്നത് 2 വർഷമാണ് അദാനി റിവാർഡ് പോയിന്റിൻ്റെ വാലിഡിറ്റി വരുന്നത്. നമുക്ക് അദാനി വൺ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ഈ ഒരു അദാനി റിവാർഡ് പോയിന്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ എയർപോർട്ട് ബെനിഫിറ്റ് ഈ ഒരു കാർഡിൽ വരുന്നത് നമുക്ക് ക്വാർട്ടർലി 2 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ആണ് വരുന്നത്. പിന്നെ പ്രീമിയം അപ്ഗ്രേഡും വരുന്നുണ്ട്. 4 പോർട്ടർ സർവീസ്, 2 പ്രീമിയം കാർ പാർക്കിംഗ്, 2 വാലറ്റ് കാർ പാർക്കിംഗ് എന്നിവയാണ് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബെനിഫിറ്റുകൾ. പിന്നെ അതർ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡിലും മൂവി ടിക്കറ്റ് ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്ക് മൂവി ടിക്കറ്റിൻ്റെ പ്രൈസിൽ 25% ഡിസ്കൗണ്ട് ഈ ഒരു കാർഡ് വഴി നേടാം. പിന്നെ 1% സർചാർജ് വെയ്വറും ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആനുവൽ ചാർജ് നമുക്ക് ഒഴിവാക്കി കിട്ടണമെങ്കിൽ നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്യേണ്ടത് 3 ലക്ഷം രൂപയാണ്. സോ ഇതാണ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത അദാനി വൺ കാർഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാർഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് അദാനി വൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഈ ഒരു കാർഡ് ലോഞ്ച് ചെയ്ത ന്യൂസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നോക്കി. ഇത് എന്ന് പറയുന്നത് ഒരു ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഒരു ട്രാവൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ബിൽ പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, വാട്ടർ ബിൽ പേയ്മെൻറ്റ് എന്നിങ്ങനെ നമ്മൾ ഫോൺ പേക്ക് ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ പല ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊപ്പം തന്നെ നമുക്ക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള പല ബുക്കിങ്ങുകളും ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പിന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പിന്നെ ട്രാവൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓട്ടോ, അതുപോലെ തന്നെ ക്യാബ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം. അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ട് അദാനി ഗ്രൂപ്പിൻ്റെ കീഴിൽ കുറേയധികം എയർപോർട്ടുകളുണ്ട്. സോ അവിടെയുള്ള കുറേയധികം സർവീസും കാര്യങ്ങളൊക്കെ ഒരു ആപ്പിൽ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുറേയധികം ഫീച്ചേഴ്സാണ് ഈ ഒരു അദാനി വൺ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. വെബ് പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് മൊബൈൽ ആപ്പും അവൈലബിൾ ആണ്. നമുക്ക് ആൻഡ്രോയിഡിലുണ്ട്, അതുപോലെ തന്നെ iOS-ലുമുണ്ട്. സോ നമുക്ക് ഈ ഒരു അദാനി വൺ പ്ലാറ്റ്ഫോം നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഞാനിപ്പോൾ അദാനി വൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. iOS-ലാണ് നമ്മൾ നോക്കുന്നത്. iOS വെർഷൻ ആപ്പാണിത്. സോ ഞാൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അദാനി വൺ എക്സ്പീരിയൻസ് ഗുഡ്നസ് എന്ന് പറഞ്ഞൊരു വെൽക്കം മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് അദാനി വൺ ആപ്പിൻ്റെ ഹോം പേജ്. നമുക്ക് ടോപ്പിലായിട്ട് ലൊക്കേഷൻ ആക്സസ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സെർച്ച് ഓപ്ഷനുണ്ട്. അതിന് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ഐക്കണാണ് വരുന്നത്. ഞാനിപ്പോൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ലോഗിൻ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് സമീപത്തായിട്ട് നമുക്ക് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ, അത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഫസ്റ്റ് വരുന്നത്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് അദാനി വൺ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം യെസ് ബാങ്കുമായിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. സോ യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ കിട്ടിയ റിവാർഡ് പോയിന്റ് നമുക്ക് ഈ ഒരു അദാനി റിവാർഡ് പോയിൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 400 യെസ് ബാങ്കിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 100 അദാനി റിവാർഡ് പോയിൻ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അദാനി റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം. സോ അതാണ് ഈ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് QR കോഡാണ്. അത് UPI അല്ല, ഇപ്പോൾ നിലവിൽ UPI ഇല്ല. ഈ ഒരു QR കോഡ് എന്ന് പറയുന്നത് അദാനി എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന ഫുഡ് ആൻഡ് ബെവറേജ് ഔട്ട്ലെറ്റിലെ QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് ബുക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം വഴി. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുറേയധികം കാർഡ് ഓഫറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ കാർഡ് ഓഫർ നമുക്ക് ഫ്ലാറ്റ് 2500 റുപ്പീസ് ഓഫർ വരുന്നുണ്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന്. അങ്ങനെ ബാങ്ക് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പുറമെ നമ്മൾ ഈ അദാനി വൺ കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് നമുക്ക് കാർഡ് വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. ഇനിയിപ്പോൾ അദാനി വൺ കാർഡ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് നോർമലി ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അദാനി റിവാർഡ് പോയിന്റ് കിട്ടും. നെക്സ്റ്റ് വരുന്നൊരു ഓപ്ഷനാണ് ഡ്യൂട്ടി ഫ്രീ. ഇതിപ്പോൾ ഞാൻ ട്രിവാൻഡ്രമാണ് ലൊക്കേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ഇത് വെച്ചുള്ള ഡ്യൂട്ടി ഫ്രീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ടെർമിനൽ 2 അറൈവൽ അല്ലെങ്കിൽ ടെർമിനൽ 2 ഡിപ്പാച്ചർ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്യൂട്ടി ഫ്രീ എന്ന് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്ന ട്രെയിൻസ് ആണ്. നമുക്ക് അദാനി ഗ്രൂപ്പിൻ്റെ തന്നെ ട്രെയിൻമാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട്. സോ അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഈ ഒരു സർവീസ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പവേഡ് ബൈ ട്രെയിൻമാൻ എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ക്യാൻസലേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100% ടിക്കറ്റ് ഫെയർ റീഫണ്ട് എന്നൊക്കെയാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് പ്രണാമം. നമുക്ക് എയർപോർട്ടിൽ അസിസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു പ്രണാമം എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം അതിൻ്റെ സർവീസിന് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെ ബുക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ അദാനി വൺ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കോംപ്ലിമെൻ്ററി ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഈ ഒരു സർവീസിന് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ട്രാവൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള വെൽക്കം, അതുപോലെ തന്നെ ബാഗേജ് ആൻഡ് ചെക്ക് ഇൻ അസിസ്റ്റൻസ്, അങ്ങനെ എയർപോർട്ടിൽ നമുക്കൊരു കസ്റ്റമർ ഒരു സപ്പോർട്ട് രീതിയിൽ പ്രത്യേക പരിഗണനയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു സർവീസാണ് ഈ ഒരു പ്രണാം എന്ന് പറഞ്ഞൊരു സർവീസ്. നെക്സ്റ്റ് വരുന്ന ഹോട്ടൽ ബുക്കിംഗ് ഓപ്ഷനാണ്. നമ്മൾ മേക്ക് മൈ ട്രിപ്പ് വഴിയൊക്കെ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു അദാനി വൺ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കുറേയധികം ബാങ്ക് ഓഫറൊക്കെ വരുന്നുണ്ട്. നമുക്ക് ICICI ബാങ്ക് ആണെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റ് 60% ഓഫ് വരുന്നുണ്ട് ഡൊമസ്റ്റിക് ഹോട്ടൽസിന്. അങ്ങനെ ഓരോ കാർഡ് ഓഫർ വരുന്നുണ്ട്. പിന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ക്യാബ് ബുക്കിംഗ്, ഫുഡ് ബുക്കിംഗ്, പിന്നെ പാർക്കിംഗ്, അതാണ് എയർപോർട്ടിലെ പാർക്കിംഗ് സ്ലോട്ട് ബുക്കിംഗ്, പിന്നെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ലൈവായിട്ട് അറിയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് പോർട്ടർ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോർട്ടർ സേവനം ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ ബുക്ക് ചെയ്യാനായി സാധിക്കും. പിന്നെ ഷോപ്പിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അത് കമ്മിങ് സൂൺ ആണ്. പിന്നെ ഗ്രൂപ്പ് ബുക്കിങ്ങിനുള്ള ഓപ്ഷൻ, പിന്നെ അദാനി റിവാർഡ് പോയിന്റ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതൊക്കെയാണ് പോപ്പുലർ സർവീസായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ കാറ്റഗറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബുക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഡ്യൂട്ടി ഫ്രീ, ഫുഡ്, ഹോട്ടൽ, അങ്ങനെ നമ്മളിപ്പോൾ കണ്ട ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അറിയാം. പിന്നെ ബേബി കെയർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നമുക്ക് അദാനി എയർപോർട്ടിൽ നമുക്ക് ബേബി കെയർ റൂം ഉണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ട്രിവാൻഡ്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെർമിനൽ 2 എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായി സാധിക്കും. പിന്നെ നമുക്ക് ഉള്ളത് പ്രെയർ റൂം, അതും എയർപോർട്ടിലെ കാര്യമാണ്. പ്രെയർ റൂം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. പിന്നെ സ്മോക്കിംഗ് സോൺ, പിന്നെ സ്പെഷ്യൽ അസിസ്റ്റൻസ്, അത് നമുക്ക് വേണമെങ്കിൽ അത് ബുക്ക് ചെയ്യാം. പിന്നെ ചാർജിങ് പോയിന്റ്, പാർക്കിങ്, ലോഞ്ച്, അങ്ങനെ നമുക്ക് അദാനി എയർപോർട്ടിലും മറ്റു സ്ഥാപനങ്ങളിലെയും കുറേയധികം എക്സ്പീരിയൻസ് ബുക്ക് ചെയ്യാനുള്ള, അതുപോലെ തന്നെ അത് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഓട്ടോ സർവീസ് ബുക്ക് ചെയ്യാം, ബസ് സർവീസ് ബുക്ക് ചെയ്യാം, ക്യാബ് ബുക്കിംഗ്, ട്രെയിൻസ്, പിന്നെ ബസ്, പിന്നെ ബാഗേജ് ട്രോളീസ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ എയർപോർട്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ എയർലൈൻ ടിക്കറ്റിംഗ്, പിന്നെ പോർട്ടർ, ബാഗേജ് റാപ്പിംഗ്,
അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് എയർപോർട്ടിൽ ഏത് ലൊക്കേഷനിലാണ് വരുന്നത്, ഇപ്പോൾ ട്രിവാൻഡ്രമാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ടെർമിനൽ 1 ഇന്ന ഏരിയയിൽ നമുക്കത് റാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചാർജ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു എയർപോർട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. ടൂറിസ്റ്റ് കൗണ്ടർ, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷൻ, പിന്നെ ഫോറക്സ് ഇൻഫർമേഷൻ ഡെസ്ക്, പിന്നെ ATM, എയർപോർട്ടിൽ ATM എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വൈഫൈ ഏരിയ, ഫോൺ സർവീസ് ഏരിയ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതാണ് എയർപോർട്ട് ടാർഗറ്റ് ചെയ്താണ് ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നത്. അതാണ് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം സർവീസും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ സാധാരണ നമ്മളുടെ ഫോൺ പേയിലേക്ക് ഉള്ളതുപോലെ വിവിധ തരം ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, ഫാസ്റ്റാഗ്, പൈപ്പഡ് ഗ്യാസ്, ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ, അങ്ങനെ കുറേയധികം ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു അദാനി വൺ ആപ്പിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ. പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഒരു കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻ വരും. നമ്മുടെ പ്രൊഫൈൽ സെക്ഷനാണ് വരുന്നത്. അവിടെ നമ്മൾ നടത്തിയിട്ടുള്ള ഓർഡർ, അതുപോലെ തന്നെ ബുക്കിങ്ങിൻ്റെ ഹിസ്റ്ററി കാണാം. പിന്നെ ഇപ്പോൾ പുതിയ കാർഡ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഓഫേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട്, പിന്നെ അതാണ് റിവാർഡ് പോയിന്റ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ റിവാർഡ് എക്സ്ചേഞ്ച് ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ട. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസാണ് വരുന്നത്. ഓഫേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇപ്പോൾ ബാങ്ക് ഓഫർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ടൈപ്പായിട്ട് ഏതെങ്കിലും ബാങ്കിൻ്റെ കാർഡിന് ഓഫർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അറിയാം. ഇപ്പോൾ HDFC ബാങ്കിന് ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ബുക്ക് ചെയ്യാൻ നേരത്തെ കുറേയധികം ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ICICI ബാങ്കിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്ക് റിലേറ്റഡ് ഓഫേഴ്സൊക്കെ ഇവിടെ അറിയാം. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഓഫർ, പിന്നെ ഇൻസ്റ്റോർ ഓഫേഴ്സ്, പിന്നെ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ഉള്ള ഓഫർ, അങ്ങനെ നമുക്ക് ഓഫേഴ്സൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സെക്ഷൻ വഴി അറിയാനായി കഴിയും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങളിൽ ആരെങ്കിലും അദാനി വൺ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി